കലം. എന്റെ കലത്തിൽ അമ്മച്ചി വെള്ളം കോരി വച്ചിരിക്കുകയാണ് സാർ. എന്റെ കലത്തിൽ അമ്മച്ചി വെള്ളം കോരി വച്ചിരിക്കുക. എടാ കലമെന്ന് ഹിന്ദി പറഞ്ഞ പീന, അപ്പോൾ പെൻസിൽ ചട്ടി. നല്ല ഭാഷ. എടാ ഉച്ചക്കരീഫ് എന്താ നീ അവിടെ ചെയ്യുന്നത്? അസമ നിന്റെ കയ്യിലെന്താടാ? 2 കവറുകൾ. എന്താടാ കവറിനകത്ത്? അസമ എന്ത്? അണ്ടർവെയർ ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചു. ചീപ്പായിട്ട് കിട്ടി. 2 രൂപ 21 വാങ്ങിച്ചു. സ്വർണ്ണോടെ എടുത്ത് ഫ്രീ എടുത്ത് പുറത്തേട്ടവനെ ഇരിക്കണവിടെ. ക്ലാസിന്റെ പുറകിൽ നിന്ന് പുക പോകുന്നുണ്ടല്ലോ. ആരാ ക്ലാസ്സിൽ നിന്ന് സിഗരറ്റ് വിളിക്കുന്നേ? എടാ മമ്മൂട്ടി കഴിക്കടാ. ക്ലാസ്സിൽ നിന്ന് സിഗരറ്റ് വിളിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്. ഞാൻ ഈ കൊല്ലം നിന്നെ തോപ്പിക്കും. പറഞ്ഞ മനസ്സിലായോ? ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ചന്തുവിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരുണ്ട് പലരും പലവട്ടം. 3ാം ക്ലാസ്സിൽ 6 കൊല്ലം തോൽപ്പിച്ച് ചന്ദ്രൻ ടീച്ചറെ തോൽപ്പിച്ചു. 7ാം ക്ലാസ്സിൽ പിന്നെയും 2 കൊല്ലം തോൽപ്പിച്ച് രാധാമണി ടീച്ചറെ പിന്നെയും തോൽപ്പിച്ചു. ഇനിയും ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല. കാരണം ചന്തുവിന് സ്പെഷ്യൽ ട്യൂഷൻ ഉണ്ട്. നീ സ്പെഷ്യൽ ട്യൂഷൻ്റെ ആണോ? ഇരിക്കണ അവിടേക്ക്. ആരാണ് ക്ലാസ്സിൽ കിടന്ന് പിന്നെ ബഹളം ഉണ്ടാക്കുന്നത്? ഇയാളെ കൂടെ നോക്കണേ. ഡോറിന്റെ കൂടെ നോക്കണ. ഡോറിന്റെ കൂടെ എന്താ കൊണ്ട് സാറ്? അതാ ഇൻട്രസ്റ്റ്. ഡോറിന്റെ അവിടെ ഉണ്ട്. അങ്ങോട്ട് നോക്ക്. എടാ ഇന്നസെൻജി എവിടായിരുന്നു? ലാലവിടെ പോയി. ഞാൻ എന്നാലും മരുന്ന് പഠിക്കുന്ന 2 സ്പൂണ് അറിയാതെ 2 സ്പൂണ് വിട്ടത്. എടാ മോഹൻലാൽ എവിടെയാണ്? ഞാനിവിടെ ഉണ്ട് സർ. ഞങ്ങൾ വരുന്ന വഴിക്ക് 2 സ്മോൾ അടിച്ചു. അത് ഇയാൾ വലിയ പ്രശ്നമാക്കാനാണ് ആഗ്രഹം. ഇയാൾ ഇവിടെ വരപ്പോ നീണ്ട 6 കൊല്ലത്തിന് ശേഷം ഇന്ദുചൂടൻ തിരിച്ചു വന്നിരിക്കുകയാണ്. പല കളികൾ പഠിക്കാനും പല ഹിന്ദികൾ പഠിപ്പിക്കാനും. ഒരുപാട് കളിക്കല്ലേ എന്നെ പിള്ള സാറേ. റോട്ട് വേറെയാണ്. ഞങ്ങൾ ക്ലാസ്സിനകത്തോട്ട് കയറുകയാണ്. ഉദ്ഘാടനം തുടങ്ങാനുള്ള മന്ത്രി ഇപ്പൊ വരും. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാ ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിച്ചത്. അവസാനം കള്ളുകുടിയും വെള്ളമടിയും മാത്രം. എന്തിനാണ് പ്രിൻസിപ്പൽ അച്ഛോ ഞങ്ങൾ വെള്ളടിക്ക് കള്ളുകുടിക്കുക ആ ഉദ്ഘാടനം ചെയ്യാനുള്ള മന്ത്രി പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. കഷ്ടമാണ്. ഞങ്ങളെ പഴയ മന്ത്രിയെ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. എടോ എന്നുവെച്ച ഇയാളെ നല്ല ഫിറ്റാണ്. ആവശ്യമില്ലാത്ത ചോദ്യം ആ മന്ത്രിയോട് ചോദിക്കരുത്. പണ്ടൊരുത്തനെ കൊന്നയാളാണ് മന്ത്രിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സംസ്ഥാനം പല കാര്യങ്ങളില്ല മുന്നിട്ടേക്കുന്നതിനകത്തെ അവസരത്തിൽ ഇയാളെന്തിനും ഇങ്ങനെ കിടന്ന് തുമ്മണേ? എടോ അത് വല്ല വാദത്തിന്റെ അസുഖം കാണും. പ്ലീസ്. നീ ഫിറ്റാണ്. ഞാൻ മിണ്ടല്ലേ? ഇന്ത്യൻ രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞാൽ മഹാത്മാഗാന്ധിജി, നെഹ്റുജി, ലാൽ ബഹദൂർ ശാസ്ത്രിജി, ഇന്ദിരാജി, രാജീവ്ജി, സോണിയാജി, ഞാൻജി, എൻ്റെ മോൻജി, എൻ്റെ മോൾജി, കേരളം മൂഞ്ചി. പറഞ്ഞത് കറക്റ്റാണ്. കേരളം മൂഞ്ചിയത് നല്ല സെൻസ് ഉണ്ട്. അവിടെ നല്ല ഒരു ചോദ്യം ചോദിക്കട്ടെ. സാറ് കൊണ്ട് മരിച്ചോണ്ടിരുന്നപ്പോ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയല്ലോ. ഈ സ്വിമ്മിംഗ് പൂൾ ഇങ്ങനെ നീന്തി തുളിച്ച് കളിക്കാനായിട്ടൊരു സാധനം സ്വിമ്മിംഗ് പൂൾ. ഇതിന് പിന്നിൽ എന്താണ് സാർ രഹസ്യം? ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ കറുത്ത കൈകളാണ്. കറുത്ത കൈകളോ? ഇതെന്ത് കൈകളോ? കറുത്ത കൈകൾ എന്ന് വേറെ ചോദ്യമുണ്ട്. പണ്ട് ഭരിച്ചോണ്ടിരുന്നപ്പം പാമോയിൽ എന്ന് പറഞ്ഞ കുറച്ച് സാധനം കഴിച്ചോണ്ട് പോയില്ലോ. പപ്പടമൊക്കെ ചുടുന്ന സാധനം. ഇതിന് പിന്നിൽ എന്താ രഹസ്യം? ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ കറുത്ത കൈകളാണ്. വേറൊരു ചോദ്യമുണ്ട് സാർ.
സാറ് പണ്ട് ഭരിച്ചോണ്ടിരുന്നപ്പോ ഈ അനുരഞ്ജനം ഒക്കെ പറഞ്ഞ് കുറെ മന്ത്രിമാരെ എങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് തട്ടി കളിച്ചില്ലേ ഏതാണ് ഇതിന് പിന്നിൽ എന്താണ് സംഭവിച്ചത്? ഇതിന് പിന്നിലും പ്രവർത്തിച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ കറുത്ത കൈകളാണ്. അവസാനമായിട്ട് ഒരു ചോദ്യമുണ്ട് സാർ. അവസാനമായിട്ടൊരു ചോദ്യം. സാറിനൊരു മോനുണ്ടല്ലോ, കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ തെണ്ടി തിരിഞ്ഞ് കിടക്കുന്ന ഒരു മോൻ. ഇങ്ങനൊരു സന്താനം എങ്ങനെയാണ് സാർ സാറിനുണ്ടായത്? ഇതിന് പിന്നിലും പ്രവർത്തിച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ കറുത്ത കൈകളാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.